ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. രാജ്യസുരക്ഷയ്ക്കും വികസനത്തിനുമായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ മുറുകെ പിടിച്ചുള്ള കൂട്ടായ പോരാട്ട ഫലമാണ് ഇന്ത്യയ്ക്ക് ലഭിച്ച സ്വാതന്ത്ര്യമെന്ന് മുഖ്യമന്ത്രി. ISROയുടെ 56ാമത് സ്ഥാപക ദിനം ഇന്ന്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ മേഖലയുടെ മുന്നേറ്റത്തിന് ISROയുടെ പങ്ക് നിസ്തുലം. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 2 CISF ജവാന്മാർ ഉൾപ്പെടെ 45 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന് മുന്നോടിയായുള്ള സൌഹൃദ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. വാർത്തകൾ വിശദമായി. രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. പ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിന് മിഷൻ സുദർശൻ ചക്ര ആരംഭിക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ തിരിച്ചടി നൽകാൻ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രയത്നിച്ച എല്ലാ സേനാംഗങ്ങൾക്കും പ്രധാനമന്ത്രി അഭിവാദ്യം അർപ്പിച്ചു. देश सुदर्शन चक्र मिशन लॉन्च करेगा. ये मिशन सुदर्शन चक्र एक पावरफुल वेपन सिस्टम दुश्मन के हमले को न्यूट्रलाइज तो करेगा ही करेगा, लेकिन कई गुना ज्यादा दुश्मन पर हिट बैक करेगा. आने वाले 10 सालों में हम उसको प्रखरता से आगे बढ़ाना चाहते हैं. രാജ്യത്തിന്റെ ആണവശേഷി 10 ഇരട്ടി വർദ്ധിച്ചതായി പറഞ്ഞ പ്രധാനമന്ത്രി യുവാക്കൾ, സ്ത്രീകൾ തുടങ്ങിയ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ സാധിച്ചെന്നും വ്യക്തമാക്കി. നാരീശക്തി ഉറപ്പുവരുത്താനും മികച്ച പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. पिछले 10 साल में विमेन सेल्फ हेल्प ग्रुप ने कमाल करके दिखाया. आज उनके प्रोडक्ट दुनिया के बाजार में जाने लगे हैं. लाखों करोड़ों का कारोबार हमारे विमेन सेल्फ हेल्प ग्रुप करते हैं. और आज मैं गर्व से कहता हूं कि मेरा देश खिलौने एक्सपोर्ट करने लग गया है. ബഹിരാകാശ മേഖലയിൽ വലിയ നേട്ടം രാജ്യം കൈവരിച്ചു. ഗഗൻയാൻ ദൌത്യത്തിനായുള്ള തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുന്നു. ഇതോടൊപ്പം ഭാവിയിൽ സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭരണ നവീകരണത്തിന് ലക്ഷ്യമിട്ട് പ്രത്യേക കർമ്മസേന രൂപീകരിക്കുമെന്ന് ശ്രീ മോദി പ്രഖ്യാപിച്ചു. $10 ട്രില്യൺ സമ്പദ്വ്യവസ്ഥ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഈ കർമ്മസേന രാജ്യത്തെ സജ്ജമാക്കും. സമുദ്ര വിഭവങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിനായി ദേശീയ ആഴക്കടൽ പര്യവേക്ഷണ ദൌത്യത്തിനും തുടക്കം കുറിക്കും. രാജ്യത്ത് സ്വന്തമായി ജെറ്റ് എഞ്ചിനുകൾ നിർമ്മിക്കാൻ കഴിയണമെന്നും ശാസ്ത്രജ്ഞരും യുവാക്കളും ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വികസനത്തിന് യുവാക്കളും സ്ത്രീകളും ന്യൂനപക്ഷ വിഭാഗങ്ങളും നിർണായക പങ്ക് വഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഇന്നലെ രാഷ്ട്രപതി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു. ഭീകരവാദത്തോടുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാത്ത നയം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ലോകം മുഴുവൻ കണ്ടു. പ്രതിരോധ മേഖലയിലെ ആത്മനിർഭരത ഇതിലൂടെ പ്രകടമായെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 79ാമത് സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ഈ ദിനം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷം മാത്രമല്ലെന്നും സമരസേനാനികളുടെയും ത്യാഗത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണെന്നും ശ്രീ സിംഗ് പറഞ്ഞു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ ത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളെയും രാജ്യത്തിന്റെ സുരക്ഷയ്ക്കായി പ്രവർത്തിക്കുന്ന ധീരരായ സൈനികരെയും സ്വാതന്ത്ര്യദിനത്തിൽ അനുസ്മരിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയ പ്രമുഖരും എല്ലാ ഇന്ത്യക്കാർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി വിപുലമായ ആഘോഷ പരിപാടികളാണ് നടക്കുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ മുറുകെ പിടിച്ചുള്ള കൂട്ടായ പോരാട്ടമാണ് ഇന്ത്യയ്ക്ക് ലഭിച്ച സ്വാതന്ത്ര്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ താഴെത്തട്ടിലുള്ള ജനതയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവയ്ക്ക് പരിഹാരം കണ്ടാൽ മാത്രമേ വികസനം പൂർണ്ണമാകൂ. ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. പല മേഖലകളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലെ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളാകെ അഭിമാനം കൊള്ളാറുമുണ്ട്. ആ നേട്ടങ്ങളിൽ അഭിമാനിക്കുമ്പോഴും ഇന്ത്യൻ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളുടെ മറ്റ് തലങ്ങളെക്കുറിച്ച് നാം
വിസ്മരിച്ചുകൂടാ. അവയെക്കുറിച്ച് ചിന്തിക്കാൻ കൂടി പ്രേരകമാവണം സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ രാജ്ഭവനിൽ ദേശീയ പതാക ഉയർത്തി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷങ്ങൾ നടന്നു. കൊല്ലം ജില്ലയിൽ മന്ത്രി വി ശിവൻകുട്ടിയും പത്തനംതിട്ടയിൽ മന്ത്രി വീണ ജോർജും ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാനും പതാക ഉയർത്തി. കോട്ടയം ജില്ലയിൽ മന്ത്രി ജെ ചിഞ്ചുറാണിയും ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനും എറണാകുളത്ത് മന്ത്രി പി രാജീവും സ്വാതന്ത്ര്യദിന പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂരിൽ മന്ത്രി ആർ ബിന്ദു, പാലക്കാട് ജില്ലയിൽ മന്ത്രി എം പി രാജേഷും മലപ്പുറത്ത് മന്ത്രി കെ രാജനും സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുത്ത് അഭിവാദ്യം സ്വീകരിച്ചു. കോഴിക്കോട് മന്ത്രി എ കെ ശശീന്ദ്രനും വയനാട് മന്ത്രി ഒ ആർ കേളുവും കണ്ണൂർ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും കാസർഗോഡ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ദേശീയ പതാക ഉയർത്തി. ആകാശവാണി തിരുവനന്തപുരം നിലയം, പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് എന്നിവിടങ്ങളിലും സ്വാതന്ത്ര്യദിനാഘോഷം പരിപാടികൾ നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ജമ്മുകശ്മീരിലെ കിഷ്ത്വാർ ജില്ലയിൽ ഇന്നലെയുണ്ടായ മേഘവിസ്ഫോടനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. 2 CISF ജവാന്മാർ ഉൾപ്പെടെ 45 പേർ മരിച്ചതായും 120 പേരെ രക്ഷപ്പെടുത്തിയതായും ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. മച്ചൈൽ മാതാ ദേവാലയത്തിലേക്കുള്ള വാർഷിക യാത്ര താൽക്കാലികമായി നിർത്തിവച്ചു. ഇന്ത്യൻ സേന, ദേശീയ, സംസ്ഥാന ദുരന്ത നിവാരണ സംഘം, പോലീസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് സുപ്രധാന പങ്കുവഹിച്ച ISROയുടെ 56ാമത് സ്ഥാപക ദിനമാണ് ഇന്ന്. ബഹിരാകാശ ഗവേഷണ പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ അടിത്തറ പാകിയത് വിക്രം സാരാഭായി എന്ന അതുല്യ പ്രതിഭയായിരുന്നു. ഒരു റിപ്പോർട്ട്. രാജ്യത്തിന്റെ പുരോഗതിക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വികാസം അത്യന്താപേക്ഷിതമാണ് എന്ന കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു 1961 ബഹിരാകാശ ഗവേഷണത്തെ ആണവോർജ്ജ വിഭാഗത്തിന്റെ നിയന്ത്രണത്തിലാക്കി. 1962 ആണവോർജ്ജ വകുപ്പിന്റെ തലവനായിരുന്ന ഹോമി ജെ ബാബ ഇന്ത്യൻ നാഷണൽ കമ്മിറ്റി ഫോർ സ്പേസ് റിസർച്ച് അഥവാ ഇൻകോസ്പാർ രൂപീകരിച്ചു. തുടർന്ന് ഇൻകോസ്പാറിന് പകരമായി 1969 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO സ്ഥാപിതമായത്. ഡോക്ടർ വിക്രം സാരാഭായി ആയിരുന്നു ഇസ്രോയുടെ സ്ഥാപകൻ. 1972 ബഹിരാകാശ വകുപ്പ് രൂപവത്കരിക്കുകയും ISROയെ അതിനു കീഴിലേക്ക് മാറ്റുകയും ചെയ്തു. രാജ്യത്തെ മുൻ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം 1980 ജൂലൈയിൽ രോഹിണി ഉപഗ്രഹത്തെ ഭൂമിക്ക് സമീപമുള്ള ഭ്രമണപഥത്തിൽ വിജയകരമായി വിന്യസിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന് മുന്നോടിയായുള്ള സൌഹൃദ മത്സരം ഇന്ന് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കും. സ്റ്റേഡിയത്തിലെ നവീകരിച്ച ഫ്ലഡ് ലൈറ്റുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാത്രി 7:30 മത്സരം ആരംഭിക്കും. സഞ്ജു സാംസൺ നയിക്കുന്ന KCA സെക്രട്ടറി 11ഉം സച്ചിൻ ബേബി നയിക്കുന്ന KCA പ്രസിഡന്റ് 11ഉം തമ്മിലാണ് മത്സരം. കാണികൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഓഗസ്റ്റ് 30 നടക്കുന്ന 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് കേന്ദ്ര ടൂറിസം മന്ത്രാലയം 50 ലക്ഷം രൂപ ധനസഹായം നൽകാൻ ഉത്തരവിട്ടു. വള്ളംകളി ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പന ഇന്നലെ മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ടിക്കറ്റുകൾ ഇന്നു മുതൽ ലഭ്യമാകും. നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് ടിക്കറ്റ് വിൽപ്പന. ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് അർഹരായവരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് മുംബൈയിലെ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ നടന്നു. കേരളത്തിൽ നിന്നും 8530 പേർക്ക് അവസരമുണ്ട്. 65 വയസ്സോ അതിനു മുകളിലോ പ്രായമായവരുടെ വിഭാഗത്തിൽ അപേക്ഷ സമർപ്പിച്ച എല്ലാവരെയും തെരഞ്ഞെടുത്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടക്കും. അലാസ്കയിലെ ആങ്കറേജിലുള്ള US സംയുക്ത സൈനിക താവളത്തിലാണ് യോഗം നടക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിൽ രാജ്യം. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. രാജ്യസുരക്ഷയ്ക്കും വികസനത്തിനുമായി പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയ പതാക ഉയർത്തി. മഹാത്മാഗാന്ധിയുടെ ദർശനങ്ങൾ മുറുകെ പിടിച്ചുള്ള കൂട്ടായ പോരാട്ട ഫലമാണ് ഇന്ത്യയ്ക്ക് ലഭിച്ച സ്വാതന്ത്ര്യമെന്ന് മുഖ്യമന്ത്രി.
ISROയുടെ 56ാമത് സ്ഥാപക ദിനം ഇന്ന്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ മേഖലയുടെ മുന്നേറ്റത്തിന് ISROയുടെ പങ്ക് നിസ്തുലം. ജമ്മുകശ്മീരിലെ കിഷ്ത്വാറിലുണ്ടായ മേഘവിസ്ഫോടനത്തിൽ 2 CISF ജവാന്മാർ ഉൾപ്പെടെ 45 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന് മുന്നോടിയായുള്ള സൌഹൃദ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.